എല്ലാവർക്കും നമസ്കാരം. MTയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. യാത്ര തുടങ്ങിയപ്പം മുതൽ അവസാനിക്കുമ്പം വരെ അപകടങ്ങളും പ്രശ്നങ്ങളും വഴിമുടക്കങ്ങളും എല്ലാമായിട്ടുള്ളൊരു യാത്രയിലാണ്. കോട്ടയത്തിൽ നിന്ന് തിരുനെല്ലി എത്തി, തിരുനെല്ലിയിൽ നിന്ന് നാനാച്ചി കാടുകളിലെത്തുമ്പോൾ ആ മരണവാർത്തയിൽ പെട്ടെന്ന് തന്നെ തിരിച്ചു മടങ്ങി പോരേണ്ടി വന്ന ആ യാത്രയിലാണ്. കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. കാട്ടിക്കുളത്തു നിന്നും തോൽപ്പെട്ടി വഴിയിൽ കൂടിയുള്ള യാത്ര അതൊരു വല്ലാത്ത കാഴ്ച തന്നെയാണ്. ആ കാഴ്ച ഇന്നും ആസ്വദിച്ച് കടന്നു പോകുന്നത് തിരുനെല്ലിക്കും നാനാച്ചിക്കും കബനിക്കും ഒക്കെയാണ്. നീളമുള്ള മരങ്ങൾ തിങ്ങിയ വഴിയിൽ കൂടി അങ്ങനെ പോകുമ്പോൾ ഭാഗ്യം പോലെ പല കാഴ്ചകളും നമുക്ക് മുന്നിൽ എത്താറുണ്ട്. കാഴ്ചകളൊന്നുമില്ല എങ്കിലും ഈ കാട്ടുവഴിയിൽ കൂടിയുള്ള ഈ ഒരു യാത്ര അതൊരു വല്ലാത്ത അനുഭൂതി തന്നെയാണ്. തോൽപ്പെട്ടി കർണാടക യാത്രയുടെ ഒരു ഇടത്താവളമാണ്. ദൂരം താണ്ടി നമ്മൾ എത്തുമ്പോൾ ഇവിടെ ഒരു ദിവസം ചിലവഴിച്ച് ഒന്ന് ഫ്രഷായി കബനിക്ക് കയറുന്ന പതിവാണ് എന്നുമുള്ളത്. എന്നാൽ ഇത്തവണ നമ്മൾ കബനിക്ക് കയറുന്നില്ല. രാവിലെ നമ്മുടെ യാത്ര നാറോള നാനാച്ചി ഗേറ്റിലേക്കാണ്. ഈ ദിവസം നാനാച്ചി ഒന്ന് കയറി പിന്നെ സുഹൃത്തിൻ്റെ വീടുകൂതാശയിലും ഒന്ന് പങ്കെടുത്ത് 2 ദിവസം ഇവിടെ തങ്ങി പോവുകയാണ് ലക്ഷ്യം. നാനാജിയിൽ ബസ്സിലാണ് ഇന്നത്തെ യാത്ര. ടിക്കറ്റ് എടുത്ത് ബസ്സിൽ കയറുമ്പോൾ ഏറ്റവും പുറകിലത്തെ സീറ്റായിരുന്നു ഞങ്ങൾക്ക്. ഇവിടെ എവിടെയാണെങ്കിലും ഈ ബസ് സഫാരി എടുക്കാനുള്ളൊരു കാരണം ഈ വനപ്രദേശത്തെ ആ വലിയ കാഴ്ചകൾ തന്നെയാണ്. കടുവകളും കരിമ്പുലിയും കാട്ടാനകളും കാട്ടുപോത്തും പുള്ളിപ്പുലിയും വസിക്കുന്ന നാനാച്ചി കബനിയുടെ സഹോദരിയാണ് നാനാച്ചി. അതുകൊണ്ട് തന്നെ കാഴ്ചയിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവുകയുമില്ല. ആണൊരുത്തൻ മറുവശത്തുമുണ്ട്. വീരഹസനഹള്ളി കർണാടക ഫോറസ്റ്റിൻ്റെ ഒരു ഭാഗമാണിത്. കാഴ്ചയിൽ ആദ്യം വന്നത് കാട്ടാനയായിരുന്നു. കുറെ ദൂരെയാണ് അത് നിൽക്കുന്നത്. അതിനെ പകർത്തുമ്പോൾ തൊട്ടടുത്ത് മാനുകളും നിൽക്കുന്നുണ്ടായിരുന്നു. ആനക്കാഴ്ച ദൂരെ പകർത്തുന്നതിനേക്കാൾ നല്ലത് മാനുകൾ എന്ന് കരുതി അവയെ തന്നെ പകർത്തി. വീണ്ടും വണ്ടി മുന്നോട്ട് ചെല്ലുമ്പോൾ വണ്ടിക്ക് മുന്നിൽ മ്ലാവുകൾ. അവയെ പകർത്തിക്കൊണ്ടിരിക്കുമ്പോൾ നാടൻ ഗിരി നമുക്ക് മുന്നിൽ കൂടെ നടന്നു പോകുന്നു. ഇന്നത്തെ യാത്രയിൽ എന്തോ ഒരു മടുപ്പ് തോന്നുന്നുണ്ട്. കാഴ്ചകളൊന്നും തന്നെ ആ ഒരു ആവേശത്തിൽ പകർത്തുവാൻ എനിക്ക് സാധിക്കുന്നില്ല. കാരണം എന്തെന്ന് വ്യക്തവുമല്ല. വണ്ടി കടുവകൾ കാണുന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ തൊട്ടടുത്ത മരത്തിൽ ആൺമയിൽ. അതിന് തൊട്ടടുത്തെല്ലാം കാഴ്ചകൾ ഒരുപാടുണ്ട്. മുന്നിൽ ഒരു വലിയ കൂട്ടം മ്ലാവുകളും അവയുടെ കാഴ്ചയ്ക്കൊപ്പം അപ്പുറത്തായി കാട്ടുപോത്തുകളും. അങ്ങനെ വർണ്ണിക്കാൻ പറ്റാത്ത ഒരുപാട് കാഴ്ചകൾ മുന്നിലുണ്ട്.
എല്ലാത്തിനെയും തന്നെ മാറി മാറി പകർത്തി. വർണ്ണിക്കാൻ പറ്റുന്ന ഒരുപാട് കാഴ്ചകൾ ക്യാമറയ്ക്ക് മുന്നിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. എങ്കിലും ഒരു മടുപ്പ് എന്നെ പിന്തുടർന്നിരുന്നു. ആ കാരണത്തിലേക്കാണ് പിന്നെ ഞങ്ങളുടെ വണ്ടി ഓടിയെത്തിയത്. കാഴ്ചയിൽ വീണ്ടും കാട്ടാന നിൽക്കുന്നു. കുറച്ച് താഴെയാണ് അത് നിൽക്കുന്നത്. മരങ്ങൾക്കിടയിൽ കൂടിയാണ് അതിനെ പകർത്തിയത്. ഈ സമയമാണ് എനിക്ക് നാട്ടിൽ നിന്ന് ആ വിളി വന്നത്. മകനാണ് വിളിച്ചത്. എടുക്കുമ്പോൾ ആ ശബ്ദം വിറച്ചിരുന്നു. അവരുടെ അപ്പച്ചൻ അവരെ വിട്ടു പോയിരിക്കുന്നു. ഭാര്യയുടെ അപ്പനാണ്. വല്ലാത്ത അടുപ്പം അവർക്ക് അദ്ദേഹവുമായി ഉണ്ടായിരുന്നു. അവരെ ആശ്വസിപ്പിച്ചു. ഉടൻ തന്നെ ഭാര്യയും എന്നെ വിളിച്ചു. അടക്കത്തിനുള്ള ക്രമീകരണങ്ങൾ പറഞ്ഞു കൊടുത്തു. കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു. ഇപ്പോൾ തിരിച്ചാൽ വഴിയിൽ കുടുങ്ങിയേ ഉള്ളൂ. നാളെ രാവിലെ തന്നെ ഇവിടുന്ന് പോകാമെന്ന് തീരുമാനിച്ചു. ഞങ്ങൾ സഫാരി വണ്ടിയിലാണ്. ഇടയ്ക്ക് ഇറങ്ങി പോകുവാൻ സാധിക്കില്ല. കാഴ്ചയിൽ പലതും വരുന്നുണ്ട്. ഒന്നും വ്യക്തമായി പകർത്താത്ത ആ ദിനം അവസാനിപ്പിക്കുകയാണ്. പിന്നെ കിട്ടിയ കാഴ്ചകളെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി അറിയാൻ സാധിക്കും. ഒന്നും സൂം ചെയ്യാതെ കാഴ്ചകൾ പകർത്തുവാൻ വേണ്ടി മാത്രം പകർത്തി. മടങ്ങുവാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. സുഹൃത്തിൻ്റെ വീട്ടിലൊന്ന് കയറി നാട്ടിലേക്ക് മടങ്ങണം. നാനാച്ചി ഗേറ്റിലേക്ക് വണ്ടി എത്തുമ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ നാട്ടിലായി. യാത്രയുടെ തുടക്കം മുതൽ പ്രശ്നങ്ങളായിരുന്നു. യാത്ര തുടങ്ങിയപ്പോൾ കൂടെയുള്ള അഭിച്ചായൻ്റെ പെങ്ങൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവൻ അവിടെ ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ മരണം നടന്നിരിക്കുന്നു. മടങ്ങുന്ന വഴിയിൽ അടുത്ത വാർത്തയിൽ ഞങ്ങളെ തേടിയെത്തി. സുഭാഷ് ചായൻ്റെ ഭാര്യ മാതാവ് വീണ് തല പൊട്ടിയിരിക്കുന്നു. ദുഃഖയാത്ര ഇവിടെ അവസാനിപ്പിച്ച് മടങ്ങുകയാണ്. സ്ഥിരം പതിവ് വാചകങ്ങളൊന്നുമില്ല. മടങ്ങട്ടെ. ജൂബി കരിക്കാടൻ, MTI.